നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2025-26 വ്യാഴമാറ്റമാണ്. അത്യധികം ശുഭകരമായ ഫലങ്ങളും ദേവഗുരുവിൻ്റെ ചാരബലവും. ദേവഗുരുവായ വ്യാഴത്തിൻ്റെ 2025-26 കാലയളവിലെ സഞ്ചാരം ഒരു സാധാരണ ഗ്രഹമാറ്റമായി കാണാൻ സാധ്യമല്ല. ഈ കാലഘട്ടം, പ്രത്യേകിച്ച് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലൂടെ കടന്നുപോകുന്ന ഹ്രസ്വമായ സമയം, വളരെ വലിയ ശുഭകരമായ ഫലങ്ങൾ നൽകാൻ കഴിവുള്ളതാണ്. ജ്യോതിഷത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിനുള്ള പ്രാധാന്യവും ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കുന്നതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം ഈ വർഷം ഇത്രയധികം ശുഭകരമാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വേദജ്യോതിഷത്തിൽ വ്യാഴം, അതായത് ഗുരു അഥവാ ബൃഹസ്പതി, ഈശ്വര അംശം ഏറ്റവും കൂടിയിരിക്കുന്ന ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു. വ്യാഴം വിജ്ഞാനം, ധർമ്മം, വളർച്ച, സമൃദ്ധി, ഭാഗ്യം, കുടുംബം, സന്താനങ്ങൾ, ധനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ്. വ്യാഴത്തിൻ്റെ ചാരബലം ഒരു വ്യക്തിയുടെ ഭാഗ്യം നിർണ്ണയിക്കുന്നതിൽ നിർണായകവുമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴം ശുഭകരമായ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവാധീനം അഭംഗുരമായി അനുഭവപ്പെടുകയും ജീവിതം സമ്പൽ സമൃദ്ധമാവുകയും ചെയ്യും. അവർ ഭാഗ്യത്തിൻ്റെ നെറുകയിലെത്തുന്നു. മറിച്ചാണെങ്കിൽ കഷ്ടനഷ്ടങ്ങളും തൊട്ടതെല്ലാം കുറ്റം എന്ന അവസ്ഥയും വന്നേക്കാം. ഇതിനാലാണ് വ്യാഴമാറ്റത്തിന് ഇത്ര അധികം പ്രാധാന്യം നൽകുന്നത്. വ്യാഴം ഏത് ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നുവോ ആ ഭാവത്തിൻ്റെ കാര്യങ്ങളെ അത് വികസിപ്പിക്കുന്നു. അതിനാൽ ശുഭസ്ഥാനത്തെ വളർച്ച അത്യധികം പ്രയോജനകരമാണ്. വ്യാഴം നിൽക്കുന്ന ഭാവത്തെ ആശ്രയിച്ചാണ് ഫലം തീരുമാനിക്കുന്നത്. ജ്യോതിഷ തത്വം അനുസരിച്ച് വ്യാഴം അതിൻ്റെ ശുഭഫലങ്ങൾ പൂർണ്ണമായും നൽകുന്നത് കേന്ദ്രഭാവങ്ങളായ 1, 4, 7, 10 എന്നിവയിലും ത്രികോണ ഭാവങ്ങളായ 1, 5, 9 എന്നിവയിലും 11ാം ഭാവത്തിലും സഞ്ചരിക്കുമ്പോഴാണ്. ഈ ഭാവങ്ങളിലൂടെ സഞ്ചാരം വളർച്ചയ്ക്കും അവസരങ്ങൾക്കും വഴി തുറക്കും. കൂടാതെ വ്യാഴത്തിന് നിൽക്കുന്ന ഭാവം കൂടാതെ 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുമുണ്ട്. ഈ ദൃഷ്ടിഭാവങ്ങളെ പോഷിപ്പിക്കുകയും അവിടെയുള്ള ഗ്രഹങ്ങൾക്ക് ബലം നൽകുകയും ചെയ്യും. വ്യാഴം 2025 മെയ് 14 ഏകദേശം രാത്രി 10 ഇടവൻ രാശിയിൽ നിന്നും ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഇത് ഒക്ടോബർ 18 വരെ സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അധികവും ശുഭകരമായ കാലഘട്ടം 2025 ഒക്ടോബർ 18 ആരംഭിക്കുന്നു. 2025 ഒക്ടോബർ 18 രാത്രി 9:39 വ്യാഴം ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതിനാൽ ഈ ഹ്രസ്വ കാലയളവിൽ വ്യാഴം അതിൻ്റെ പരമമായ ശക്തിയിലായിരിക്കും. 2025 നവംബർ 11 രാത്രി 10:11 വ്യാഴം കർക്കിടകത്തിൽ വെച്ച് വക്രഗതി ആരംഭിക്കുന്നു. വക്രഗതി തുടരുന്നതിനാൽ 2025 ഡിസംബർ 5 വൈകുന്നേരം 5:46 വ്യാഴം വീണ്ടും മിഥുനൻ രാശിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നു. വ്യാഴം 2026 മാർച്ച് 11 വരെ മിഥുനത്തിൽ വക്രഗതിയിൽ തുടരുകയും ചെയ്യുന്നു. തുടർന്ന് 2026 ജൂൺ 1 വരെ മിഥുനത്തിൽ സഞ്ചാരം തുടരുകയും ചെയ്യും. ഈ കാലഗണനയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉച്ചസ്ഥിതിയുടെ പൂർണ്ണഫലം ലഭിക്കുന്നത് 2025 ഒക്ടോബർ 18 മുതൽ നവംബർ 11 വരെയുള്ള ഏകദേശം 50 ദിവസങ്ങളിലാണ്. ഈ കാലയളവിൽ ഉണ്ടാകുന്ന അവസരങ്ങൾ ഏറ്റവും ഉയർന്ന ഫലസിദ്ധി നൽകുന്നതായിരിക്കും. മിഥുനൻ രാശിയിലെ സഞ്ചാരഫലം. വ്യാഴം മിഥുനത്തിൽ സഞ്ചരിക്കുമ്പോൾ വിജ്ഞാനത്തോടുള്ള ആകർഷണം വർദ്ധിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും യാത്ര ചെയ്യാനുമുള്ള ശക്തമായ പ്രേരണ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പദ്ധതികൾ ആരംഭിക്കാനോ പൂർത്തിയാക്കാനോ ഇത് ഉചിത സമയമാണ്. കൂടാതെ ബ്ലോഗുകൾ, ഓൺലൈൻ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയ സംരംഭങ്ങൾ എന്നിവ ആരംഭിക്കാൻ ഇത് മികച്ച കാലഘട്ടം കൂടിയാണ്. ഈ സഞ്ചാരം വ്യക്തിപരമായ ലക്ഷ്യങ്ങളെ ദൈവിക ജ്ഞാനവുമായി സംയോജിപ്പിക്കാൻ സഹായിക്കുന്നു. മിഥുനത്തിലെ സഞ്ചാരഫലം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന പ്രധാന രാശികളുണ്ട്. മിഥുനൻ രാശി അടിസ്ഥാനമാക്കി കണക്കാക്കുമ്പോൾ വ്യാഴം 11, 9, 7, 5 എന്നീ ശുഭസ്ഥാനങ്ങൾ സഞ്ചരിക്കുന്ന രാശികൾക്കാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ വളരെയധികം ഗുണം ലഭിക്കുന്നത്. അതിലൊന്ന് ചിങ്ങക്കൂറാണ്. 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് അഭിലാഷ പൂർത്തീകരണത്തിന് ഏറ്റവും ഉചിതമാണ്. ചിങ്ങക്കൂറുകാർക്ക് സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയ ബിസിനസ് അവസരങ്ങൾക്കും ശക്തമായ സാധ്യതയുണ്ട്. തുലാക്കൂറുകാർക്ക് 9ാം ഭാവമാണ്. 9ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ, വിജ്ഞാനം, ദൂരയാത്രകൾ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്നിവ വർദ്ധിപ്പിക്കും. ഈ ഭാഗ്യം അവരുടെ ധാർമ്മികവും ആത്മീയവുമായ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നു. ധനക്കൂറുകാർക്ക് 7ാം ഭാവത്തിലെ വ്യാഴം ദാമ്പത്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അവിവാഹിതർക്ക് വിവാഹം സാധ്യമാക്കാനും സഹായിക്കുന്നു. കുംഭക്കൂറുകാർക്ക് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്കും സർഗാത്മക പ്രവർത്തനങ്ങളിൽ വിജയത്തിനും ഇത് നല്ല സമയമാണ്. സ്ഥാനലബ്ധിക്കും സാധ്യതയുണ്ട്. ഈ രാശികൾക്ക് മെയ് മാസം മുതൽ ഒക്ടോബർ വരെയും തുടർന്ന് ഡിസംബർ 5 മുതൽ 2026 ജൂൺ വരെയും വ്യാഴത്തിൻ്റെ ശക്തമായ പിന്തുണ ലഭിക്കും. ഇത് അവരുടെ ജീവിതത്തിൽ ശുഭകരമായ അടിത്തറയിടാൻ സഹായിക്കുന്ന ദീർഘകാല നേട്ടങ്ങൾ കൊണ്ടുവരും. കർക്കിടകത്തിലെ വ്യാഴത്തിൻ്റെ പ്രാധാന്യം. 2025 ഒക്ടോബർ 18 വ്യാഴം കർക്കിടകത്തിൽ പ്രവേശിക്കുകയാണ്. കർക്കിടകം വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ
അതിന് ഏറ്റവും ഉന്നതമായ ശുഭകരമായ ഗുണങ്ങൾ പൂർണ്ണ ശക്തിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ 50 ദിവസങ്ങൾ വ്യാഴത്തിൻ്റെ പരമമായ അനുഗ്രഹം ഭൂമിയിൽ പ്രസരിക്കുന്ന സമയമാണ്. കർക്കിടകം ചന്ദ്രൻ്റെ രാശിയാണ്. ഇത് വൈകാരികത, വീട്, കുടുംബം, മാതൃത്വ പരിപാലനം, സുരക്ഷിതത്വം, ആഴത്തിലുള്ള വേരുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിഥുനത്തിലെ ബാഹ്യമായ ആശയവിനിമയത്തിൽ നിന്നും മാറി കർക്കിടകത്തിലെ വ്യാഴം ശ്രദ്ധയെ കൂടുതൽ ആന്തരികവും വൈകാരികവുമായ സമാധാനത്തിലേക്ക് മാറ്റുന്നു. ഈ ഹ്രസ്വമായ ഉച്ചസ്ഥിതി നൽകുന്ന പ്രധാന അനുഗ്രഹങ്ങൾ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും വീട്ടിൽ സന്തോഷവും ഐക്യവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വൈകാരികമായ രോഗശാന്തിക്കും ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ സമയം ഉചിതമാണ്. വസ്തുസംബന്ധമായ കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾ ഈ കാലഘട്ടം അനുകൂലമായി കാണിക്കുന്നു. കരിയറിലെ വളർച്ച പെട്ടെന്നുള്ള കുതിച്ചുചാട്ടങ്ങളെയല്ല, മറിച്ച് സ്ഥിരത, സൽപ്പേര്, സത്യസന്ധമായ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെയായിരിക്കും വരിക. ഈ കാലയളവിൽ ലഭിക്കുന്ന പിന്തുണ ഒരു രക്ഷാകവചം പോലെ പ്രവർത്തിക്കും. ഈ ഉച്ചസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന രാശികൾ. ഉച്ചസ്ഥിതിയിൽ, അതായത് ഒക്ടോബർ 18 നവംബർ 11 വരെയുള്ള സമയത്ത് വ്യാഴം അതിൻ്റെ പൂർണ്ണ ബലത്തിൽ നിൽക്കുന്നതിനാൽ കർക്കിടകം, മീനം, വൃശ്ചികം എന്നീ രാശിക്കാർക്ക് അത്ഭുതകരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ഇതിൽ വൃശ്ചികക്കൂറുകാർക്ക്, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കാണ് വ്യാഴം കർക്കിടകത്തിൽ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ത്രികോണഭാവങ്ങളിൽ ഏറ്റവും ശുഭകരമായ 9ാം ഭാവത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത് ഭാഗ്യത്തിൻ്റെ പരമോന്നതി നൽകുന്നു. ഉന്നത വിദ്യാഭ്യാസം, ആത്മീയ വളർച്ച, ഗുരുക്കന്മാരുടെ ശക്തമായ പിന്തുണ, വിദേശയാത്രകൾ, അപ്രതീക്ഷിത ധനലാഭം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ദീർഘകാലമായി നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഏറ്റവും ഉത്തമമായ സമയം കൂടിയാണ്. മീനക്കൂറ്, അതായത് മീനൻ രാശിയുടെ ലഗ്നാധിപൻ തന്നെയാണ് വ്യാഴം. ലഗ്നാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് സന്താനം, വിദ്യ, സർഗാത്മകത അതീവ ശുഭകരമായിട്ട് കാണുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് വിജയം നൽകുന്നു. സന്താന ലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് ഈ സമയം അനുകൂലവുമാണ്. സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഇത് ശക്തമായ അവസരവും നൽകും. കർക്കിടകക്കൂറ് ലഗ്നത്തിലെ ഉച്ചസ്ഥിതി. ഇത് കർക്കിടകക്കൂറുകാർക്ക്, അതായത് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴം ലഗ്നത്തിൽ, അതായത് 1ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കും അവസരങ്ങൾക്കും ഭാഗ്യത്തിനും കാരണമാകുന്നു. ഇത് ജ്യോതിഷത്തിൽ എമറാൾഡ് വർഷം എന്നറിയപ്പെടുന്നു. ഈ സമയത്ത് ആത്മവിശ്വാസം വർദ്ധിക്കുകയും പൊതുരംഗത്ത് ബഹുമാനം നേടുകയും ചെയ്യും. ഏറ്റവും ശുഭകരമായ രാശികൾക്ക് ലഭിക്കുന്ന സമഗ്ര ഫലങ്ങൾ. ഈ വിഭാഗത്തിൽ മിഥുനത്തിലെയും കർക്കിടകത്തിലെയും വ്യാഴ സഞ്ചാരത്തിൽ ഏറ്റവും കൂടുതൽ ഫലങ്ങൾ അനുഭവിക്കുന്നത് 5 പ്രധാന രാശികൾക്ക് ലഭിക്കുന്ന വിശദമായ ഫലങ്ങളാണ്. അവയിൽ സാമ്പത്തികം, കുടുംബം, ആരോഗ്യം, തൊഴിൽ എന്നീ 4 മേഖലകളാണ് വിശദീകരിക്കുന്നത്. ചിങ്ങക്കൂറ് ലാഭസ്ഥാനം 11ാം ഭാവം. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം ലാഭസ്ഥാനമായ 11ാം ഭാവത്തിൽ, അതായത് മെയ് 25 മുതൽ ഒക്ടോബർ 2025 വരെ, ഡിസംബർ 2025 മുതൽ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് അവരുടെ അഭിലാഷ പൂർത്തീകരണത്തിന് ഏറ്റവും മികച്ച സമയമാണ്. ഇത് തൊഴിലിൽ ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമാകും. ഈ കാലയളവ് സ്ഥാനക്കയറ്റങ്ങൾക്കും ബഹുമതികൾ അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനുള്ള അവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു. ദീർഘകാല ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടും. സാമ്പത്തിക വളർച്ചയും പുതിയ വരുമാന സ്രോതസ്സുകളും ഉണ്ടാകാനുള്ള സാധ്യത ശക്തവുമാണ്. കുടുംബം അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് സാമൂഹിക വലയം വികസിക്കുകയും പുതിയ സുഹൃത്തുക്കളോ ഗ്രൂപ്പുകളോ വഴി വളർച്ച നേടുകയും ചെയ്യും. സഹോദര ബന്ധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ തൃപ്തികരമായ അവസ്ഥ നിലനിൽക്കുകയും ചെയ്യും. തുലാക്കൂറ് ഭാഗ്യസ്ഥാനം 9ാം ഭാവമാണ്. തുലാക്കൂറുകാർക്ക് വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നത്, അതായത് മെയ് മുതൽ ഒക്ടോബർ വരെ, ഭാഗ്യം, വിജ്ഞാനം, ആത്മീയത എന്നീ മേഖലകളിൽ വലിയ വികാസം നൽകും. ഒക്ടോബറിൽ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇത് കരിയറിലെ വളർച്ചയും പൊതുജന ശ്രദ്ധയും സൂചിപ്പിക്കുന്നു. തൊഴിലിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നും ഉപദേശകരിൽ നിന്നും പിന്തുണ ലഭിക്കും. പ്രൊഫഷണൽ മേഖലയിൽ അംഗീകാരം നേടും. ആശയങ്ങൾ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കാൻ സാധിക്കും. ഇത് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ കാരണമാകും. ഗുരുക്കന്മാരും പിതാവുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയും ഒക്ടോബറിൽ ശുക്രനും വ്യാഴവും അനുകൂലമായി വരുന്നത് ബന്ധങ്ങളിൽ ഐക്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കും. ഈ ട്രാൻസിസ്റ്റ് ദൂരയാത്രകൾക്കും ആത്മീയ വളർച്ചയ്ക്കും കാരണമാകുന്നതിനാൽ മാനസിക സംതൃപ്തി വർദ്ധിക്കും. ധനുക്കൂറ് കളത്രഭാവം, അതായത് 7ാം ഭാവം. ധനുക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ, അതായത് കളത്രഭാവത്തിൽ സഞ്ചരിക്കുന്നത് മെയ് മുതൽ ഒക്ടോബർ വരെ, ഡിസംബർ മുതൽ തുടങ്ങുന്നു. സാമൂഹ്യ ജീവിതത്തിൽ വലിയ മുന്നേറ്റം നൽകുന്നു. സാമൂഹ്യ ജീവിതം പ്രകാശിക്കുന്നു. അവിവാഹിതർക്ക് വിവാഹത്തിന് ഏറ്റവും മികച്ച അവസരങ്ങൾ ലഭിക്കുകയും നിലവിലെ ദാമ്പത്യ ബന്ധങ്ങൾ ശക്തിപ്പെടുകയും പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്യും. തൊഴിലും സാമ്പത്തിക കാര്യങ്ങളിലും ബിസിനസ് പങ്കാളിത്തം മെച്ചപ്പെടും.
പുതിയ കരാറുകളോ സംരംഭങ്ങളോ ആരംഭിക്കാൻ സാധിക്കും. തീരുമാനമെടുക്കാനുള്ള കഴിവ് മെച്ചപ്പെടുന്നതിനാൽ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും. ആരോഗ്യം മൊത്തത്തിൽ തൃപ്തികരമായിരിക്കും. കുംഭക്കൂറ് വിദ്യ സന്താന ഭാവമാണത്. 5ാം ഭാവം. കുംഭക്കൂറുകാർക്ക് വ്യാഴം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നേട്ടങ്ങൾ, ഭാഗ്യം, സർഗാത്മക പ്രവർത്തനങ്ങളിലെ വിജയം എന്നിവയെ പിന്തുണയ്ക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് വളരെ നല്ല സമയമാണ്. സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. നല്ല ഭാഗ്യം കടന്നു വരുന്നതിന് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കരിയർ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. വൃശ്ചികക്കൂറ് ഉച്ചസ്ഥിതിയിലെ ഭാഗ്യം 9ാം ഭാവം. വൃശ്ചികക്കൂറുകാർക്ക് ഈ സഞ്ചാരം 2 ഘട്ടങ്ങളായി വിലയിരുത്തേണ്ടതുണ്ട്. 2025 മെയ് മുതൽ ഒക്ടോബർ 18 വരെ വ്യാഴം 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഈ സമയം അത്ര ശുഭകരമല്ലെങ്കിലും ഇത് ദീർഘകാല പ്രശ്നങ്ങളെ ശുദ്ധീകരിക്കാനും പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കാനും സഹായിക്കും. എന്നാൽ 2025 ഒക്ടോബർ 18 വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിച്ച് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ രാശികൾക്ക് അത്യധികം ശുഭകരമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. 9ാം ഭാവം ധർമ്മം, ഭാഗ്യം, പിതൃതുല്യമായ പിന്തുണ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഉച്ചത്തിലുള്ള വ്യാഴം ഈ ഭാവത്തിൽ നിൽക്കുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് അവിശ്വസനീയമായ ഭാഗ്യമാണ് ലഭിക്കുന്നത്. ദീർഘകാലമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും കിട്ടാക്കടങ്ങളും പരിഹരിക്കപ്പെടാനിടയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ പുരോഗതിയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്രതീക്ഷിതമായ പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ ലഭിക്കാനും ഇട കാണുന്നു. ഈ സമയം ആത്മവിശ്വാസം, ധൈര്യം, ഉന്മേഷം എന്നിവ വർദ്ധിക്കും. ഈ കാലയളവിൽ ലഭിക്കുന്ന ശക്തമായ പിന്തുണ കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കും. വ്യാഴത്തിൻ്റെ വക്രഗതിയും പരിഹാരങ്ങളും. ഈ ശുഭകരമായ കാലഘട്ടത്തിന് ശേഷം വക്രഗതി ആരംഭിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വ്യാഴം 2025 നവംബർ 11 കർക്കിടകത്തിൽ വെച്ച് വക്രഗതിയിലാകുന്നു. വക്രഗതി എന്നാൽ ഗ്രഹം പിറകിലേക്ക് സഞ്ചരിക്കുന്നു എന്നല്ല, മറിച്ച് അതിൻ്റെ ഊർജം ആന്തരികമായി തിരികുകയും നമ്മുടെ ശ്രദ്ധയെ പുറം ലോകത്തെ വളർച്ചയിൽ നിന്ന് ഉള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. വക്രഗതിയിലുള്ള വ്യാഴം തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറയ്ക്കാനിടയുണ്ട്. ബന്ധങ്ങളിലെ സന്തോഷം കുറയ്ക്കാനും ഇത് കാരണമാകും. അതിനാൽ നവംബർ 11 മുതൽ പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലോ വലിയ പ്രതിബദ്ധതകളിലോ ഏർപ്പെടുന്നത് ബുദ്ധിപരമല്ല. നവംബർ 11 മുതൽ വക്രഗതിയിൽ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ഈ സമയം നാം നേടിയ വൈകാരിക സൗഖ്യത്തെയും കുടുംബ ഭദ്രതയും പുനഃപരിശോധിക്കാനും ആന്തരിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനുമുള്ള സമയമാണ്. ഡിസംബർ 5 വ്യാഴം വക്രഗതിയിൽ മിഥുനത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ മുൻപ് മിഥുനവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളോ പദ്ധതികളോ തിരുത്തലുകൾ വരുത്താനുമുള്ള 2ാം അവസരം ലഭിക്കുന്നു. പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഈ വക്രഗതി കാലയളവിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുക. എല്ലാ കരാറുകളും പദ്ധതികളും 2 തവണ പരിശോധിക്കുന്നത് ഉചിതമാണ്. വ്യാഴമറ്റം പ്രതികൂലമായി ബാധിക്കുന്ന രാശിക്കാർക്ക്, ഉദാഹരണത്തിന് 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കർക്കിടകക്കൂറിന് ശുഭഫലങ്ങൾ ഉറപ്പിക്കാനും ദോഷഫലങ്ങളുടെ വക്രത അല്ലെങ്കിൽ തീവ്രത കുറയ്ക്കാനും ചെയ്യേണ്ട പരിഹാര ക്രിയകളുണ്ട്. വ്യാഴം ഗുരുവിനെ സൂചിപ്പിക്കുന്നതിനാൽ ജീവിതത്തിലെ ഗുരുക്കന്മാരെയും അധ്യാപകരെയും ജ്യേഷ്ഠന്മാരെയും ബഹുമാനിക്കുകയും അവർക്ക് ആവശ്യമുള്ള സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. ഉയർന്ന നിലവാരമുള്ള മഞ്ഞ പുഷ്യരാഗം സ്വർണ്ണ മോതിരത്തിൽ ചൂണ്ടുവിരലിൽ ധരിക്കുന്നത് വ്യാഴദോഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. വ്യാഴാഴ്ച അരയാലിന് വെള്ളം നൽകുന്നത് അതീവ ഗുണകരമാണ്. ഗുരുവിന് പ്രാധാന്യമുള്ള പരിഹാര സ്ഥാനങ്ങൾ ഈ ഗുരു കാലമാറ്റ ഘട്ടത്തിൽ സന്ദർശിക്കുകയും പ്രത്യേക പൂജകൾ നടത്തുകയും ഇവ ചെയ്യുന്നത് ദോഷഫലങ്ങൾ ലഘൂകരിക്കാനും പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കാനും സഹായിക്കും. 2025-26 വ്യാഴമാറ്റം അതിൻ്റെ ഉച്ചസ്ഥിതി കാരണം പല രാശിക്കാർക്കും ജീവിതത്തിൽ സുവർണ അവസരങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികൾക്ക് മിഥുനത്തിലെ ദീർഘകാല സഞ്ചാരം സാമ്പത്തിക, സാമൂഹിക, കുടുംബപരമായ വലിയ വളർച്ച നൽകുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായി 2025 ഒക്ടോബർ 18 മുതൽ നവംബർ 11 വരെയുള്ള ഹ്രസ്വമായ ഉച്ചസ്ഥിതി വൃശ്ചികക്കൂറ് 9ാം ഭാവത്തിലും മീനക്കൂറ് 5ാം ഭാവത്തിലും നൽകുന്ന ഭാഗ്യം അത്യധികം ശുഭകരമാണ്. ഓരോ വ്യക്തിയും വ്യാഴത്തിൻ്റെ ചാരബലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും വക്രഗതി കാലയളവിലെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ പരിഹാരക്രിയകൾ ചെയ്യുകയും ചെയ്താൽ ഈ ഗുരുദേവിൻ്റെ കൃപ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും വിജ്ഞാനവും നൽകി അനുഗ്രഹിക്കുമെന്നതിൽ സംശയമില്ല.